ഹായ് അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ആകെ 2 ദിവസമുള്ളൂ കേട്ടോ. 2 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എത്തിയത് 28-ാം തീയതി ആയിരുന്നു കേട്ടോ. 28-ാം തീയതി കഴിഞ്ഞ് 29, 30-ാം തീയതി ചേട്ടൻ ബെൽജിയത്തിൽ നിന്ന് തിരിച്ചു വന്നു. പിന്നെ 31-ാം തീയതി അപ്പം മക്കളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ 1, 2, 3-ാം തീയതി അവർക്ക് പോകാനുള്ള റിട്ടേൺ ടിക്കറ്റൊക്കെ എടുത്തിട്ടാട്ടോ വന്നത്. അപ്പോൾ നമുക്ക് ആകെ 2 ദിവസമുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് ദിവസം നമുക്ക് സ്വർണ്ണഗിരി ടെമ്പിൾ പോകാം. അപ്പോൾ സ്വർണ്ണഗിരി ടെമ്പിൾ പോകുന്നതിന് മുമ്പ് നമ്മൾ യാദഗിരി ടെമ്പിളിലാട്ടോ പോവുക. അപ്പോൾ ഈ യാദഗിരി ടെമ്പിൾ എന്ന് പറയുന്നത് നരസിംഹസ്വാമിയുടെ ടെമ്പിളാണ്. അപ്പോൾ ഇവിടേക്ക് പോകണമെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു എന്താ പറയുക ഒരു കാടൊക്കെ പിടിച്ചിട്ടുള്ള ഒരു മലമുകളിലാട്ടോ സത്യം പറഞ്ഞ ഈ അമ്പലം. അപ്പോൾ അതിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ഓട്ടോ വിളിച്ച് പോകാം, അല്ലെങ്കിൽ ഒരു ബസ്സിൽ നമ്മളെ അവിടെ അമ്പലത്തിൻ്റെ മുന്നിൽ കൊണ്ടെത്തിക്കും. അപ്പോൾ ബസ്സിൽ പോകാന്ന് വെച്ചെങ്കിൽ ബസ്സിൽ ഫുൾ തെലുങ്കന്മാരായിരിക്കും, നിറച്ച് തിക്കും തിരക്കും ഒക്കെ ആയിട്ട് നമ്മളൊന്നും തള്ളും കൊണ്ടുപോകണം പോകാൻ. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ എന്തായാലും നമുക്ക് ഓട്ടോയിൽ പോകാം. ഓട്ടോയിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രൈവസി ഉണ്ടായിരിക്കും, നമ്മൾ ഫാമിലി മാത്രമായിട്ടല്ലേ പോവുക. അപ്പോൾ നമ്മളങ്ങനെ ഓട്ടോ വിളിച്ചിട്ടാട്ടോ പോയത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അവിടെ നിന്ന് 2 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാട്ടോ ഇറങ്ങിയത്. പിന്നെ നമ്മൾ ഇപ്പോൾ വണ്ടിയിൽ പോകുകയാണെന്ന് വെച്ചാൽ ഞാനും പിള്ളേരൊക്കെ കയറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫ്ലാറ്റ് ആവും. അപ്പോൾ നമ്മൾ സമയം പോയതൊന്നും അറിഞ്ഞില്ല. നമ്മളവിടെ എത്തിയതിന് ശേഷം നമ്മളവിടെ അമ്പലത്തിൻ്റെ അകത്ത് നമുക്ക് ഫോട്ടോസ് ഒന്നും അലൗഡ് അല്ല, കാരണം ഫോൺ നമുക്ക് അലൗഡ് അല്ല. ഫോൺ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ കേട്ടോ. അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞാൽ നരസിംഹസ്വാമിയാണ് മെയിൻ പ്രതിഷ്ഠ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ നരസിംഹസ്വാമിയുടെ ഇത് വെച്ചിരിക്കുന്നത് ഗുഹയുടെ ഉള്ളിലാട്ടോ. അതാണ് മെയിൻ അട്രാക്ഷൻ, ഈ അമ്പലത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യൂ ഒക്കെ നിന്നിട്ട് വേണ്ട അകത്തേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് നമ്മളുടെ എന്താ പറയുക നമ്മളുടെ അവിടെ അമ്പലത്തിൽ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയ ഒരു ഫീൽ കിട്ടും. നമുക്ക് തിക്കും തിരക്കൊക്കെ കൊണ്ട് ഒന്നും വെള്ളമൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറുക. ക്യൂ ഒക്കെ നിന്നിട്ട് വേണം അകത്തേക്ക് കയറാൻ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെ പ്രദക്ഷിണം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി, കാരണം നമുക്ക് സ്വർണ്ണഗിരി ടെമ്പിളിലും കൂടെ പോകണമല്ലോ. അപ്പോൾ നമ്മൾ 1 മണിക്കൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഭക്ഷണമൊക്കെ നേരത്തെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 4 മണിക്കായി, കാരണം ഇവിടെ എത്താൻ തന്നെ നമുക്ക് 2 മണിക്കൂർ എടുത്തല്ലോ.